എൻ്റെ പേര് തൻസി മുഹമ്മദ്, +1 ജേർണലിസ്റ്റ് പഠിക്കുന്നത്. എനിക്ക് ചോദിക്കുകയുള്ളതെന്ന് വെച്ചാൽ, എലക്ഷൻ്റെ പ്രചരണത്തിനുള്ള നല്ല ചിലവുണ്ടാവില്ലേ, അതെങ്ങനെയാണ് സ്വരൂപിച്ചതെന്നോ? നല്ല ചിലവ് തന്നെയാണ് മോനെ, അത് നല്ല ചിലവ് തന്നെയാണ്. അത് പിന്നെ പാർട്ടി സപ്പോർട്ട് ചെയ്യും, പാർട്ടി ഓരോ കാൻഡിഡേറ്റിനും സപ്പോർട്ട് തരും. പിന്നെ നമ്മുടെ വെൽവിഷേഴ്സായിട്ടുള്ള നമുക്ക് പൊളിറ്റിക്കലി ബന്ധമൊക്കെയുള്ള ആളുകൾ അവർ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ സഹായിക്കും. പിന്നെ വലിയ അങ്ങനെ ഇലക്ഷൻ ഫണ്ടിങ്ങിൽ അങ്ങനെ ക്രൗഡ് ഫണ്ടിങ് അങ്ങനത്തെ ഒന്നും ഇലക്ഷൻ ഫണ്ടിങ്ങിലേക്ക് ഇതുവരെ തുടങ്ങിയിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഫ്യൂച്ചറിൽ പിന്നെ ഇലക്ഷനിലെ സ്ഥാനാർത്ഥി അത് കുറച്ചും കൂടെയൊക്കെ ട്രാൻസ്പെറൻസി വരുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ക്രൗഡ് ഫണ്ടിങ്ങും മറ്റു സാധനങ്ങളൊക്കെ പിന്നെ അതിലേക്ക് വരുന്നൊരു സിസ്റ്റം വരുമായിരിക്കും. ഇലക്ഷൻ ചെലവുകൾ ഒരു പ്രധാനപ്പെട്ട ആ ചോദ്യം ഇറലവൻ്റ് ആണെന്ന് ആരും കരുതരുത്, അതൊരു റെലവൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇലക്ഷൻ ചെലവുകൾ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഇപ്പം കേരളത്തിൽ അത്രത്തോളം ആയിട്ടില്ല. മറ്റു പല സ്ഥലങ്ങളിലും ഇലക്ഷൻ എക്സ്പെൻഡിച്ചർ നിങ്ങൾക്ക് ചിന്തിക്കാനോ പുറത്ത് പറയാനോ പറ്റാത്ത തരത്തിലാണ്. ഇലക്ഷന് വേണ്ടി ചിലവഴിക്കുന്ന പൈസയൊക്കെ കേട്ടാൽ നമുക്ക് ഞെട്ടിപ്പോകുന്ന തരത്തിലൊക്കെ ഉണ്ട്. അപ്പോൾ അതൊരു നല്ല കൾച്ചറാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. പല സ്ഥലങ്ങളിലും ഈ പിന്നെ വോട്ടിന് നോട്ട് എന്നൊക്കെ കേട്ടിട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ, അങ്ങനത്തെ പല പക്ഷേ നമ്മുടെ ഇവിടെ കേരളത്തിൽ അങ്ങനെ പൊളിറ്റിക്കലി കുറച്ചും കൂടെ അലേർട്ടായിട്ടുള്ള ഒരു ജനതയായതുകൊണ്ട് പൈസ കൊടുത്തിട്ടൊന്നും ആരുടെയും വോട്ട് വാങ്ങാൻ ആരും ശ്രമിക്കാറില്ല. അത് ആ സ്വഭാവം അങ്ങനെ തന്നെ നിലനിർത്തണം. കാരണം പൈസക്ക് വിൽക്കാനുള്ളതല്ല പിന്നെ നമ്മുടെ വോട്ട് എന്നുള്ള തിരിച്ചറിവ് ഉള്ളൊരു ജനത.